TPN കമ്പനിയുടെ MD വിളിച്ചോ? TPN കമ്പനി ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. എങ്ങനെ കിട്ടും? ഈ ഫോൺ കംപ്ലൈന്റ് അല്ലേ? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാൽ വിളിച്ചാൽ പറ്റുമോ? എടി, ഇതൊരു യന്ത്രമാണ്. യന്ത്രത്തിന് കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ശരിയാക്കി എടുക്കുക. അല്ലാതെ ഈ നിസാര കാര്യങ്ങൾക്കൊന്നും പുതിയത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇതൊരു നിസാര കംപ്ലൈന്റ് ആണ്. നിശ്ചയനോട് ആരാ പറഞ്ഞത്? നിസാരം അല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിൽക്കേ, ഞാൻ ഇവിടെ നിന്ന് രാവിലെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കാർ വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു എന്ന് വെച്ചാൽ ആ കാറ് നമ്മളെടുത്ത് കളയൂ? അത് കാറ്, ഇത് ഫോൺ. എടി, രണ്ടും യന്ത്രമാണ്. യന്ത്രത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ അതിനെ ശരിയാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എത്ര വട്ടം ശരിയാക്കിയിട്ടും അത് ശരിയാകുന്നില്ലെങ്കിൽ മാത്രമേ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഇച്ചാൻ നിർത്താമോ? എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പറ്റുമോ? വാങ്ങിച്ചു തരാൻ പറ്റില്ല. ഇച്ചാൻ ഇത് തന്നെ പറയണോ ഇച്ചായ? ഞാനേ ഒരു എപ്പോഴും അത് വേണം ഇത് വേണോന്ന് പറഞ്ഞ ഒരാളാണോ? അല്ലല്ലോ. വല്ലപ്പോഴും ഞാൻ എന്റെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഞാൻ പറയും. അതുപോലും സാധിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ ഇച്ചായൻ പിന്നെ കെട്ടിയോനാന്ന് പറഞ്ഞ് നടക്കണേ എന്തിനാ? ഞാൻ നടക്കുന്നില്ല. വേണ്ട. എന്റെ അപ്പച്ചനോട് പറഞ്ഞാലേ എനിക്ക് 1 അല്ല 100 ഫോൺ വാങ്ങിച്ചു തരും. എന്നാ പിന്നെ നീ നിന്റെ അപ്പച്ചനോട് പറ. 100 ഫോൺ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വീട്ടിലൊരു കട തുടങ്ങാം. എന്താ പോയി പറയണേ MD-യോട്. ഞാൻ പറയും. ഒന്നും കൂടെ ഞാൻ വിളിച്ചു നോക്കട്ടെ. പോയി പറ MD-യോട്. നേരത്തെ കൂടെ ചേർത്ത് ഞാൻ പറയും. എന്തോ പറയും? എന്തോ പറയും? TPN കമ്പനിയുടെ കാര്യമോ? നീ പറയണി. TPN കമ്പനി. ഹലോ മജി. റെഡിയായോ? എന്ത് 100 ഫോൺ? കളിയാക്കുവാണല്ലേ? കളിയാക്കിയൊന്നുമല്ല. നീ 100 ഫോൺ വാങ്ങിക്കാനല്ലേ പോയെ? എന്നെ ആർക്കും വേണ്ട. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് എനിക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ അമ്മച്ചി പറയാ ആ ഫോൺ തന്നെ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നീ പോയി നിന്റെ കെട്ടിയോനോട് പോയി പറയാൻ. അത് കഷ്ടമല്ലോ. ഇങ്ങനെ ആർക്കും വേണ്ടാതെ ജീവിക്കുന്നതിന് നല്ലത് മരിക്കുന്നതാ. ഫോൺ മേടിച്ചു കൊടുക്കാത്തതിൽ മനം നൊന്ന് 10 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. ന്യൂസ് ഉണ്ട്. മരിച്ചത് 10 വയസ്സുകാരിയാ, കൊച്ചുകുട്ടിയാ. പ്രായമുള്ളവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇച്ചാൻ ഇതൊക്കെ ഭയങ്കര തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ മരിക്കും. എങ്ങനെ മരിക്കും നീ? പട്ടിണി കിടന്ന് മരിക്കും. പട്ടിണി കിടന്ന് മരിക്കാനോ? ഇനി പട്ടിണി കിടന്ന് മരണമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ലെങ്തി പ്രോസസ്സാ. എന്റെ ഒരു ജഡ്ജ്മെന്റിൽ ഇത്രയും ആരോഗ്യമുള്ള ഒരു സ്ത്രീ മരിക്കാനായിട്ട് 1 മാസമെങ്കിലും എടുക്കും. 1 മാസമല്ല 1 വർഷം എടുത്താലും എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരുന്നവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കൂല. സത്യം. നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നീ എന്തെങ്കിലും എടുത്ത് കഴിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പ് നീ വയറ് നിറച്ച് കഴിച്ചിട്ട് കഴിക്കാത്ത പോലെ ഇരിക്കും. അപ്പൊ ഞാനൊട്ട് കാണുന്നില്ല, നീയോട്ട് ആഹാരം കഴിച്ചിട്ടുമുണ്ട്. അങ്ങനെ കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടാ. ഇച്ചാനെ വിശ്വാസം വരാൻ വേണ്ടേ ഇന്ന് തൊട്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ തന്നെ. അലിസേ, ഈ ഷർട്ട് ഇഞ്ചി ആയിട്ടടി. വേണ്ടേ? വേണ്ട, ഇതും കൊള്ളാം. ചാരുവിനെ പറഞ്ഞോട്ട്. ചാരുവിനെ പറഞ്ഞോട്ട് എന്തിന്? ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ അവക്ക് എന്താ പണിയുള്ളത്? അവള് വീട്ടിൽ പോട്ടെ. ഇപ്പൊ ഇച്ചാനൊരു കാര്യം മനസ്സിലായോ? ഞാൻ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണെന്ന്. അപ്പൊ ഞാൻ എന്തോ കഴിക്കും? ഞാൻ ഉണ്ടാക്കിയിട്ട് ഇച്ചാൻ എന്തായാലും കഴിച്ചു പോകും. അല്ലെങ്കിൽ തന്നെ ഇച്ചാൻ എപ്പോഴും പറഞ്ഞത് ഞാൻ പോണ വഴിക്ക് ഒരുപാട് നല്ല നല്ല ഹോട്ടലുകൾ ഉണ്ടെന്നല്ലേ, അവിടെ എവിടെയെങ്കിലും കയറി കഴിക്കി. രാവിലെയും കഴിച്ചോ, ഉച്ചക്കും കഴിച്ചോ, വൈകിട്ടും കഴിച്ചോ. പിന്നെ വയറ് നിറച്ച് കഴിക്കുമ്പം ഇച്ചാൻ ഒരു കാര്യം ആലോചിക്കണം. പച്ച വെള്ളം പോലും കുടിക്കാതെ സ്നേഹമുള്ളൊരു ഭാര്യ വീട്ടിലുണ്ടെന്ന്. ഭാര്യനെ പട്ടിണി കിടന്ന ഭർത്താക്കന്മാരോടെ കർത്താവ് ചോദിക്കും. കർത്താവ് എന്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ ആവേശം കാണിക്കാതെ നീ എന്തെങ്കിലും വെച്ചുണ്ടാക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ നിനക്ക് ഭാര്യ തരാടി. അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എനിക്ക് ഫോൺ വാങ്ങിച്ചു തരുമോ? അതിന്റെ ആവശ്യമില്ല. ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. എന്റെ ആവശ്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? പക്ഷെ നടത്തി തരാനുള്ള പ്രാപ്തി എനിക്കില്ലെങ്കിലോ? അപ്പൊ തീരുമാനിച്ച എനിക്ക് ഫോൺ വാങ്ങിച്ചു തരത്തില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ഇപ്പൊ ഒന്നും കൂടെ തീരുമാനിച്ച് ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളം കഴിക്കത്തില്ല. പിന്നെ ഈ ചായന്റെ ഒടുക്കത്തെ പിശുക്ക് കാരണമാണ് ഞാൻ പട്ടിണി കിടക്കുന്നതെന്ന് ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പിടിച്ചു കൂവും. MD-യോടും പറയൂ. ഏത് MD? TPN കമ്പനിയുടെ.
ആലിസേ, ആലിസേ, എന്നിട്ട് അയ്യോ ചത്തുപോയി ഇച്ചായ. ഇച്ചാനെ അറിയാലോ എനിക്ക് ഇത്ര നേരം വിശപ്പ് സഹിച്ച് നിക്കാൻ പറ്റൂലെന്ന്. നീ ആയിട്ട് വരുത്തി വെച്ചല്ലേ? ഇച്ചാൻ എന്നാലും ആള് കൊള്ളാട്ടാ. ഇച്ചാൻ എന്താ പറഞ്ഞത്? ഇച്ചായൻ പോയ ഗ്യാപ്പിൽ ഞാൻ എന്തോ ഉണ്ടാക്കി കഴിച്ചെന്നല്ലേ? ഇച്ചാൻ അറിയോ ആ ആർച്ചയില്ലേ ചാരുവിന്റെ കയ്യിൽ ഉച്ചക്ക് ഊണ് കൊടുത്തു വിട്ട്, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഇപ്പൊ കഴിക്കേ, വിശപ്പ് കാറട്ടെ. ശരിക്കും ഇച്ചായൻ ദുഷ്ടനാ. രാവിലെ ഉച്ചക്കൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എന്നെ പറ്റി ഒന്നും ഓർത്തില്ലല്ലോ, എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പോലും തിരക്കില്ലല്ലോ. എന്റെ ഫോണിൽ ഓളിയില്ലല്ലോ, അതിനല്ലേ ഈ സമരം. ആ ശരിയായി. ശരിയായോ? അലിസേ, ഞാൻ രാവിലെ പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ കയറി കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? അന്നുണയാ. ഞാനൊരു കട്ടൻ ചായ മാത്രമേ കുടിച്ചോളൂ. ഉച്ചയ്ക്ക് സദാശിവൻ ചേട്ടൻ എനിക്ക് ഊണ് മേടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നിന്നെ കുറിച്ച് ഓർത്തേ. ഞാന് പവിത്രനെ വിളിച്ചിട്ട് ചപ്പാത്തിയും ബീഫ് കറിയും നിനക്ക് കൊടുത്തു വിട്ടായിരുന്നു. അപ്പൊ നീ മേടിച്ചില്ല, കഴിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാനും കഴിച്ചില്ല ഊണ്. പിന്നെ രാത്രിയത്തെ ഭക്ഷണം പെറോട്ടയും ചിക്കൻ കറിയും നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാ മേടിച്ചോണ്ട് വന്നു. അയ്യോ, ഇത് നമുക്ക് രണ്ടു കൂടെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാണോ? പക്ഷെ തീർന്നു പോയല്ലോ. സാരമില്ല, നമുക്ക് ഇനിയും വാങ്ങാമല്ലോ. ഇനിയിപ്പോ വാങ്ങിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ ഈ ചേരം നല്ല ഉഗ്ര ഫുഡ് ഉണ്ടാക്കി തരാം. നീ ഉഗ്രം ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നീ എനിക്കൊരു ഉഗ്രം ചായ ഇട്ട് തരൂ. തരാം. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല. നീ എന്താ വിചാരിച്ച? ഇച്ചാൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ആണോ? സത്യമായിട്ടും ഈ മനസ്സിലാക്കൽ എത്ര നേരം നിൽക്കും? അടുത്ത വഴക്ക് എന്റെ മോളെപ്പോഴാ ഉണ്ടാക്കാൻ പോണേ? ഒരു രണ്ട്. ഇച്ചായ സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുള്ളൂ. ആണോടി?